ബാബേലിൽ ആരോ ഒരു ഗോപുരം പണിതു എന്നതിനാൽ ദൈവം എന്തിനാ നമ്മുടെ ഭാഷ കലക്കിയത്? ദൈവത്തിന് അസൂയുണ്ടോ? അന്ന് അങ്ങനെ ഭാഷ കലക്കാതിരുന്നെങ്കിൽ നമുക്ക് ഈ ഭാഷയെല്ലാം പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ശരിയല്ലേ? ജീവസന്ദേശത്തിൻ്റെ ഉൽപ്പത്തി പുസ്തക പഠനത്തിലേക്ക് സ്വാഗതം. മത്സരം ആഭിചാരദോഷം പോലെയും ഷാഢ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. ദൈവത്തിൻ്റെ പ്രവാചകനായ ശമൂവേൽ ഇസ്രയേലിൻ്റെ ഒന്നാമത്തെ രാജാവായ ശൗലിനോട് പറഞ്ഞ വാക്കുകളാണിവ. ആത്യന്തികമായി മനുഷ്യനെ തകർച്ചയിലേക്ക് നയിക്കുന്ന മത്സരമെന്ന ഈ പാപം മുളയിലേ നശിപ്പിക്കണമെന്ന് വരികിൽ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവാൻ നാം ശീലിക്കേണ്ടതുണ്ട്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ കാണുന്ന ബാബേൽ ഗോപുര നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംഭവം ജലപ്രളയം കഴിഞ്ഞ് 100 വർഷം തികയുന്നതിന് മുൻപുണ്ടായതാണ്. ഈ കാലഗണനയുടെ അർത്ഥമെന്താണ്? ഭൂമിയിലെങ്ങും വലിയൊരു ന്യായവിധി ഉണ്ടായിട്ടും അധികം വൈകാതെ മനുഷ്യൻ തെറ്റിപ്പോകുവാൻ തുടങ്ങിയെന്നാണ്, അല്ലേ? ബാബേൽ ഗോപുരം എന്നത് കേവലം മനുഷ്യ കരവിരുതിൻ്റെ ഒരു അടയാളമല്ല. അത് ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച മനുഷ്യൻ്റെ അഹന്തയുടെ മൂർത്ത രൂപമാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ന്യായവിധിയുടെ ആവശ്യമുണ്ടായെങ്കിലും ഇനി വെള്ളത്താൽ ഭൂമിയെ നശിപ്പിക്കയില്ലെന്ന് ദൈവം നോഹയോട് വാഗ്ദത്തം ചെയ്തിരുന്നതുകൊണ്ട് ഇത്തവണ ന്യായവിധിയുടെ രൂപം മാറി. ദൈവം അവരെ ഭൂമി മുഴുവൻ ചിതറിച്ച് അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു. എന്തായിരുന്നു ഈ ശിക്ഷയുടെ യഥാർത്ഥ കാരണം എന്നറിയാമോ? ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വായും പ്രകടിപ്പിച്ച അതേ മനോഭാവമായിരുന്നു ബാബേലിലും മനുഷ്യർ പ്രകടിപ്പിച്ചത്. ദൈവത്തോടുള്ള എതിർത്തുനിൽപ്പിൻ്റെയും അഹന്തയുടെയും ഭാവം. അതായത് ദൈവത്തെ കൂടാതെ തങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുവാനുള്ള ത്വര. ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തതെന്തെന്നാൽ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവീൻ. ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചപ്പോഴും ദൈവം ഇതേ അനുഗ്രഹം അവർക്ക് നൽകി. ഈ അനുഗ്രഹം ഉൽപ്പത്തി പുസ്തകത്തിൽ പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട്. ജലപ്രളയത്തിന് ശേഷം ഭൂമിയിലെങ്ങും നിങ്ങൾ നിറയുക എന്നതാണ് ദൈവം അവർക്ക് കൊടുത്ത പ്ലാൻ. അല്ലെങ്കിൽ മനുഷ്യരാശിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അതായിരുന്നു. എന്നാൽ ഭൂമിയിലെങ്ങും നിറയുന്നതിന് പകരം ശീനാർ ദേശത്ത് കുടിയിരിക്കുവാൻ പദ്ധതിയിട്ടതുവഴി മനുഷ്യർ ദൈവത്തോട് മറുതലിക്കുകയായിരുന്നു ചെയ്തത്. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും, ഞങ്ങൾക്കൊരു ഭാഷയും ഒരു പശ്ചാത്തലവുമാകുന്നു എന്ന് ദൈവത്തോട് പറയുന്നതിന് തുല്യമായ ഒരു പ്രവൃത്തിയായിരുന്നു അത്. ഈ പറഞ്ഞതിന് നേതൃത്വം നൽകുവാൻ അവർക്ക് നിമ്രോദുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ, അതായത് നിമ്രോദ്, ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു എന്നത്രേ. അവനായിരുന്നു നേതാവ്. വളരുന്ന ഒരു രാഷ്ട്രത്തിൽ അവൻ നിർവഹിച്ച കാര്യമാകുന്നു അവനെ പ്രമുഖനാക്കിയത്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ യഹോവയുടെ മുൻപാകെ നായാട്ട് വീരനായിരുന്നു. അവൻ യഹോവയ്ക്ക് വേണ്ടി കൊല ചെയ്തെന്നല്ല, പിന്നെയോ യഹോവയും അവനെ കണ്ടത് ഒരു കൊലയാളിയായിട്ടെന്നത്രേ. അവനൊരു ഹിറ്റ്ലറായിരുന്നു. കൂട്ടക്കുരുതി ചെയ്ത യോസഫ് സ്റ്റാലിൻ പോലെ. നോക്കൂ, നീതിമാനായ നോഹയുടെ പേരക്കുട്ടിയുടെ കുട്ടി, നീതിമാനായ ഹാമിൻ്റെ പേരക്കുട്ടി, ക്രൂരനും ജീവനാശകനുമായ അതികായകനായി തീർന്നു. അവൻ ഈ പറഞ്ഞ സ്ഥാനത്തേക്ക് ഉയർന്നത് രാഷ്ട്രീയമായിട്ടല്ല, ജനാധിപത്യ രീതിയിലല്ല, പിന്നെയോ കയ്യൂക്കൊന്നുകൊണ്ടും മാത്രം.
ദൈവത്തിനെതിരെ ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനവുമായി നിമ്രോദ് വന്നു. നാം 11-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവർ തമ്മിൽ വരുവീൻ നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. ഈ പറഞ്ഞ താഴ്വരയിൽ കല്ല് ലഭിക്കാനില്ലായിരുന്നു. അതുകൊണ്ട് അവർ ഇഷ്ടികയുണ്ടാക്കി. അവർ പണിതുയർത്തിയ ഗോപുരത്തിൻ്റെ ഉറപ്പിനെ കാണിക്കുന്ന ഒന്നത്ര ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പ്രസ്താവന. നാം വായിച്ചു, അവർ തമ്മിൽ. ഇവിടെ എല്ലാത്തിനും അവർ ഒത്തൊരുമിക്കുന്നു. അഹങ്കാരവും അപരാധവും അതിക്രമവും പ്രവർത്തിക്കുന്നതിന് എല്ലാവർക്കും എത്ര യോജിപ്പാണില്ലേ? മദ്യം വാങ്ങുവാൻ മദ്യശാലയുടെ മുൻപിൽ ക്യൂ നിൽക്കുന്നവരുടെ അച്ചടക്കം ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു ബന്ധോ ഹർത്താലോ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്തിനെന്ന് പോലും തിരിച്ചറിയാതെ മനുഷ്യനെ ദ്രോഹിക്കുവാൻ ഒന്നിച്ചു കൂടുന്ന നിമ്രോദുമാരെ കണ്ടിട്ടില്ലേ? ഒരു പാവം വിദ്യാർത്ഥിയെ കോളേജിൽ റാഗ് ചെയ്യുവാൻ എത്ര ഉത്സാഹത്തോടെയാണ് ക്രിമിനലുകൾ ഒന്നിച്ചു കൂടുന്നത്. ഇതാണ് ആധുനിക നിമ്രോദുമാർ. ദൈവത്തിനെതിരായി പ്രവർത്തിക്കുവാൻ ബാബേലിലെ ആളുകളും ഒരുമിക്കുകയാണ്. ബാബേലിനെ തലസ്ഥാനമാക്കി മെസപ്പൊട്ടോമിയൻ താഴ്വരയിൽ നിമ്രോദ് തൻ്റെ രാജ്യം പടുത്തുയർത്തു. ദുഷ്ടതയും അതിക്രമവും വിഗ്രഹാരാധനയും അഹങ്കാരവും എല്ലാം കൊണ്ട് നിറഞ്ഞ ഒരു രാജ്യം അവൻ വിഭാവന ചെയ്തു. അവൻ പ്ലാൻ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ നടക്കുമായിരുന്നു. കാരണം മനുഷ്യരെല്ലാം അവൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിക്കഴിഞ്ഞിരുന്നു. 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വരുവീൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്കൊരു പേരുമുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. അവർ പറഞ്ഞു, ശ്രദ്ധിച്ചോ? നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും നമുക്കൊരു പേരുമുണ്ടാക്കുക. മനുഷ്യൻ സ്വാർത്ഥതയുടെ കൊടിമുടി കയറുന്നത് ഇവിടെ നാം കാണുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഗോപുരത്തിൻ്റെ ഒരേ ഒരു ഉദ്ദേശം മനുഷ്യരെ ഒന്നിപ്പിച്ച് നിർത്തുക, ഒന്നിച്ച് സംഘടിപ്പിക്കുക എന്നതായിരുന്നു. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഒരു സംശയം കാണും, വാസ്തവത്തിൽ ഈ ബാബേൽ ഗോപുരം എന്നത് എന്തായിരുന്നു എന്ന്. പുരാതന മെസപ്പൊട്ടോമിയൻ നാഗരികതയിൽ പണിയാൻ ശ്രമിച്ച പിരമിഡ് ആകൃതിയിലുള്ള ഒരു ക്ഷേത്ര ഗോപുരമായിരുന്നു. അതിനെ സിഗറൂട്ട് എന്നായിരുന്നു വിളിച്ചിരുന്നത്. മുകളിൽ വരെ എത്തുവാൻ സഹായകമായ ഇസഡ് ആകൃതിയിലുള്ള പടികളോട് കൂടിയ തട്ടുകളായോ ടെറസുകളായോ നിർമ്മിക്കുന്ന ഈ ഗോപുരത്തിൻ്റെ മുകളിൽ ദേവന്മാരെ ആരാധിക്കുവാനായി ശ്രീകോവിലും ബലിപീഠവും ഉണ്ടായിരുന്നു. പ്രസ്തുത ബലിപീഠങ്ങളിൽ പലപ്പോഴും മനുഷ്യക്കുരുതിയും നടന്നിരുന്നു എന്ന് ചരിത്രം. ഇത്തരത്തിലുള്ള ഗോപുരങ്ങൾക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന പിത്തള കൊണ്ടുണ്ടാക്കിയ ബിംബങ്ങളുടെ ചുട്ടുപഴുപ്പിച്ച കൈകളിലേക്ക് പിഞ്ചു കുഞ്ഞുങ്ങളെ ബലിയായി അർപ്പിക്കുന്ന ആചാരവും പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാബേൽ ഗോപുരം എന്നത് മനുഷ്യൻ്റെ വികാസത്തിൻ്റെയോ നിഷ്കളങ്കമായ വളർച്ചയുടെയോ അടയാളമല്ല എന്ന് അവരുടെ വാക്കുകൾ തന്നെ തെളിയിക്കുന്നുണ്ട്. ബാബേൽ ഗോപുരത്തിൻ്റെ പണി സർവശക്തനായ ദൈവത്തോടുള്ള മനുഷ്യവർഗത്തിൻ്റെ മറുതലിപ്പിനെ കാണിക്കുന്നതത്രേ. ദൈവത്തിനെതിരായി നിൽക്കുന്ന ഒരു ലോക സാമ്രാജ്യത്തെ ആ സ്ഥലത്തുണ്ടാക്കുക എന്നതായിരുന്നു നിമ്രോദ് ആഗ്രഹിച്ചത്. അവൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുവാൻ, അവൻ്റെ സ്വപ്നങ്ങൾ സഫലീകരിക്കുവാൻ, ഒരു പേരുണ്ടാക്കുവാൻ, ലോകം മുഴുവൻ അടക്കി ഭരിക്കുവാൻ 2 ഘടകങ്ങൾ വേണമായിരുന്നു. ഒന്നാമത്, സംഘടിക്കുന്നതിനായി ഒരു കേന്ദ്രം, അവൻ്റെ രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനം പോലെയുള്ള ഒരിടം, സമ്മേളിക്കുവാനും തൻ്റേതെന്ന് പറയുവാനുമുള്ള ഒരു സ്ഥാനം. ഒരുപക്ഷെ ഒരു ലോക സാമ്രാജ്യം പടുത്തുയർത്തുവാനുള്ള അവൻ്റെ സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അവൻ ബാബേൽ പട്ടണം പണിതത്. രണ്ടാമതായി അവൻ ആവശ്യമായിരുന്നത് അണികളെ അവൻ്റെ പിൻപിൽ നിർത്തുവാൻ അനുയോജ്യമായ ഒരു കാരണം. ഭൂമിശാസ്ത്രപരമായി സംഘടിപ്പിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, അതിന് ബാബേൽ ഉണ്ടായിരുന്നു. പിന്നെയോ മാനസികമായി അവരെ സംഘടിപ്പിക്കുകയും ഒന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ലക്ഷ്യം, ഒരു മോട്ടിവേഷൻ. മനുഷ്യർക്ക് ഉത്തേജനം നൽകുവാൻ, ആവേശം പകരുവാൻ, മുദ്രാവാക്യം വിളിക്കുവാൻ, കൊടി പിടിക്കുവാൻ, ആരെയും അതിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ കഴിയുന്നൊരു മാനസിക അവസ്ഥ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ലക്ഷ്യം. ഇന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞാൽ അത് വത്തിക്കാനാകാം, വേളാങ്കണ്ണിയാകാം, ജെറുസലേമാകാം, മക്കയാകാം, ശബരിയാകാം, ശിവഗിരിയാകാം, പരുമലയാകാം, ഭരണങ്ങാനമാകാം, മണർകാടാകാം, മഞ്ഞിനിക്കരയാകാം.
ഇന്നിപ്പോൾ ജനറൽ കൺവെൻഷൻ എന്ന പേരിൽ ഓരോ സഭാവിഭാഗങ്ങളിലും ആണ്ടുതോറും അരങ്ങേറുന്ന ഒത്തുചേരലുമാകാം. വ്യക്തമായ ഒരു ഉദ്ദേശത്തോടും പദ്ധതിയോടും ആളുകളെ ഒന്നിച്ചു കൂട്ടുന്ന ഏതൊരു ഇടവുമാകട്ടെ, ഇവിടൊക്കെ ആണ്ടിലൊരിക്കൽ പോയിട്ട് വരുമ്പോൾ അവരുടെ അണികൾക്കുണ്ടാകുന്ന ആവേശം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ പലയിടങ്ങളിലും ബാബേൽ ഗോപുരങ്ങൾ പണിതു വച്ചിരിക്കുന്നതിൻ്റെ പിൻപിലെ ലക്ഷ്യമെന്തെന്ന് പാവം മനുഷ്യർ അറിയുന്നില്ല. തങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ ഒരു ചെറു പനി പോലും പൊറുപ്പിച്ചിട്ടില്ലാത്ത ചില മതനേതാക്കന്മാർ മരിച്ചു കഴിഞ്ഞ് അവരെ സർവ്വവ്യാധിയും പൊറുപ്പിക്കുവാൻ ശക്തരായ പുണ്യവാളന്മാരായി പുകഴ്ത്തി അണികളെ അവരുടെ ശവകുടീരത്തിലേക്കോ ആസ്ഥാനത്തിലേക്കോ ആകർഷിക്കുന്നത്, മാനസികമായി അണികളെ ചൂടുപിടിപ്പിച്ച് തങ്ങളോടൊപ്പം സംഘടിപ്പിച്ച് നിർത്തി ഓരോ കാലത്തും വരുന്ന നേതാക്കന്മാരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ സാധിക്കുവാനാണ് എന്നത് വ്യക്തം. ഇതത്രേ ബാബേൽ ഗോപുര മനഃശാസ്ത്രം. തങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും ശക്തിയോ സ്ഥലമോ പ്രസ്ഥാനമോ മനുഷ്യർ ആഗ്രഹിക്കുന്നു. അത്തരം ഇടങ്ങളിൽ നിന്ന് തെളിയിക്കുന്ന ദീപശിഖയുടെ പിൻപിൽ ആയിരങ്ങളെ അണിനിരത്തുന്നു. നിമ്രോദിൻ്റെ കാലത്ത് അത് ബാബേലായിരുന്നു. അവർ പറഞ്ഞു, വരുവീൻ നാം പണിയുക എന്ന ആഹ്വാനം ദൈവത്തിനെതിരെയുള്ള സംഘടിക്കലും മറുതലിപ്പുമായിരുന്നു. കാരണം അവരുടെ ആഗ്രഹം അവർക്കൊരു പേരുണ്ടാക്കുക എന്നതായിരുന്നു. ഇന്നത്തെ സ്ഥിതിയും ഇതുതന്നെയല്ലേ? കഴിവെങ്കിൽ ദൈവത്തെപ്പോലും സ്വാധീനിച്ച് എവിടെയെങ്കിലും കയറിപ്പറ്റുവാനും സ്വാർത്ഥ ലാഭങ്ങൾ നേടിയെടുക്കുവാനും മനുഷ്യർ നിരന്തരം പരിശ്രമിക്കുന്നു. ബാബേൽ ഗോപുരം എന്തായിരുന്നില്ല എന്നുകൂടി നാം മനസ്സിലാക്കണം. ജലപ്രളയം വന്നാൽ കയറി രക്ഷപ്പെടുവാനുള്ള ഒരു ഗോപുരം ആയിരുന്നില്ല ബാബേൽ ഗോപുരം. ഓർത്തോണം. ചില വ്യാഖ്യാതാക്കൾ വിവരിക്കുന്നത് പോലെ വെള്ളം എത്ര പൊങ്ങിയാലും എത്താത്ത ഒരു ഗോപുരം പണിയുകയല്ലായിരുന്നു നിമ്രോദിൻ്റെയും കൂട്ടരുടെയും ഉദ്ദേശം. ദൈവത്തിനെതിരെയുള്ള മനുഷ്യൻ്റെ മറുതലിപ്പ്, ധാർഷ്ട്യം, ധിക്കാരം, ഇവയൊക്കെയാണ് ഈ ഗോപുരം വെളിപ്പെടുത്തുന്നത്. ഭൂമി മുഴുവൻ പരന്ന് അതിൽ നിറയണമെന്നത്ര ദൈവം മനുഷ്യനോട് അരുളി ചെയ്തത്. അതാണ് മനുഷ്യൻ്റെ നന്മ. എന്നാൽ ഇതാ ഇവിടെ മനുഷ്യൻ തൻ്റെ പ്രവർത്തനം കൊണ്ട് ദൈവത്തോട് പറയുകയാണ്, അതങ്ങിരിക്കട്ടെ, ഞങ്ങളേതായാലും ചെതറുവാൻ പരിപാടിയില്ല, ഞങ്ങളൊന്ന് സംഘടിക്കുവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയും ഞങ്ങൾ മനുഷ്യരെല്ലാം ഒന്നാണ്, മനുഷ്യരുടെ ഐക്യം സിന്ദാബാദ്. കൂടാതെ ബാബേൽ ഗോപുരം മതത്തിൻ്റെ ഒരു പ്രതീകം കൂടിയായിരുന്നു. സൃഷ്ടാവിനേക്കാൾ ഉപരി സൃഷ്ടിയെ മനുഷ്യർ ആരാധിച്ചു വന്ന താഴ്വരയായിരുന്നു അത്. ഗോപുരത്തിൻ്റെ മുകളിൽ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആരാധിച്ചിരുന്നു. താഴ്വരയിൽ കണ്ണിൽ കണ്ട സകല മൂർത്തികളെയും പൂജിച്ചിരുന്നു. ജീവനുള്ള ദൈവത്തെ ധിക്കരിച്ചുള്ള മനുഷ്യൻ്റെ പോക്ക് എന്നും അപകടകരമാണ്. ബാബേൽ ഗോപുരത്തോട് ദൈവം പ്രതികരിച്ചത് എപ്രകാരമാണെന്ന് 5-6 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകയില്ല. ഇത് അതിമഹത്തായ ഒരു പ്രസ്താവനയാണ്. സകല മനുഷ്യരും ഒരേ ഭാഷ സംസാരിച്ചിരുന്നതിനാൽ അന്ന് ആശയവിനിമയത്തിന് തടസ്സമുണ്ടായിരുന്നില്ല. അത് അവരുടെ കഴിവുകളും അറിവും സമ്പത്തും ഒന്നിച്ചുപയോഗിക്കുവാൻ അവരെ സഹായിച്ചു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകയില്ല താനും എന്നാണ് ദൈവം പറയുന്നത്. ഇവിടെ ഒരു സംശയം സ്വാഭാവികമായും ഉണ്ടാക്കാം. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യരുടെ ഭാഷ കലക്കിക്കളഞ്ഞത്? ദൈവത്തിന് അസൂയുണ്ടായിരുന്നു. ജലപ്രളയം എന്ന വലിയ ശിക്ഷാവിധിയിൽ കൂടി കടന്നുപോയിട്ടും വീണുപോയ ഒരു പ്രകൃതവും പൂർണ്ണമായും നശിച്ച ഒരു സ്വഭാവവുമാണ് മനുഷ്യനിൽ ഉള്ളതെന്ന് മറക്കരുത്. ഈ മറുതലിപ്പിനെ കണ്ടില്ലെന്ന് നടിക്കുവാൻ ദൈവത്തിന് കഴിയില്ല. കാരണം ഈ എതിർപ്പ് ദൈവത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ്, ദൈവഹിതത്തിൽ നിന്നുള്ള വഴിമാറലാണ്. അതുകൊണ്ട് അവരുടെ പദ്ധതിക്ക് ദൈവം തടസ്സം സൃഷ്ടിക്കുവാൻ ആരംഭിക്കുന്നു. അത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, അല്ലാതെ ദൈവത്തെ സംരക്ഷിക്കുവാനുള്ളതല്ല. മനുഷ്യൻ അത്രയ്ക്ക് കഴിവുള്ളവനായതിനാൽ ഇങ്ങനൊന്ന് ആവശ്യമാണ്
എല്ലാവരും ഒരേ ഭാഷ സംസാരിക്കുകയും സകലരും ഒരുമിച്ച് ദൈവത്തിനെതിരെ കൂടി വരികയും ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? വഷളത്വം പ്രബലപ്പെടുകയും ദൈവവഴികളിൽ നിന്ന് മനുഷ്യർ പൂർണ്ണമായി അകന്നു പോകുകയും ചെയ്യുവാൻ അത് കാരണമാകും. പ്രത്യക്ഷത്തിൽ പ്രയോജനമെന്ന് തോന്നുന്നത് മനുഷ്യൻ ദുർവിനിയോഗം ചെയ്ത് അവന് തന്നെ നാശം വരുത്തി വെക്കുന്നു എന്ന് നമുക്കറിയാം. ഇന്നത്തെ ഇൻ്റർനെറ്റും നിർമ്മിത ബുദ്ധിയും റോബോട്ട് സംസ്കാരവും എല്ലാം ഒരു വശത്ത് പ്രയോജനമായി തോന്നുമ്പോൾ അതിൻ്റെ ദുരുപയോഗം മനുഷ്യന് തന്നെ വിനയായിത്തീരുന്നു. ആത്യന്തികമായി അത് ദൈവിക ന്യായവിധിയിലേക്ക് മനുഷ്യനെ നയിക്കും. അതുകൊണ്ട് ദൈവം ചെയ്തത് ശ്രദ്ധിക്കൂ. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ, വരുവീൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് അരുളി ചെയ്തു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. സർവ്വഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളകയാൽ അതിന് ബാബേൽ എന്ന് പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു കളഞ്ഞു. ഇപ്പോൾ മനുഷ്യൻ ഭൂതലത്തിലെങ്ങും ചിതറിയിരിക്കുകയാണ്. ദൈവത്തോടുള്ള മറുതലിപ്പിൽ അവർ ഒരുമിച്ചായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർക്ക് അന്യോന്യം മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഈ ഭാഷാ വൈവിധ്യം മറ്റെന്തിനേക്കാളും വലിയ തടസ്സമാണ്. ഒന്നിച്ച് അവരുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിന് അതവർക്ക് വിലങ്ങുതടിയായി. ഭാഷകൾ ക്രമേണ ഉരുത്തിരിഞ്ഞു വന്നതാണെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ദൈവം പറയുന്നു താൻ അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞതാകുന്നുവെന്ന്. അങ്ങനെ അവർ ഗോപുര നിർമ്മാണം നിർത്തിക്കൊണ്ട് അന്യോന്യം മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയിലാക്കി തീർത്തു. പെട്ടെന്ന് പണി നിന്നു. മനുഷ്യർ ബാബേലിൽ നിന്നും പുറപ്പെട്ടു പോയി. അവർ എല്ലാ ദിക്കുകളിലേക്കും ചിതറിപ്പോയി. ലോക ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ഈ സംഭവം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ സംഭവത്തിൽ മറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും അനുഗ്രഹം ഉണ്ടായിരുന്നോ? അതോ അത് മനുഷ്യവർഗത്തിന്മേൽ വന്നൊരു ശാപമായിരുന്നോ? ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ അതൊരു അനുഗ്രഹമായിരുന്നു ഈ ചിതറിച്ചത്. എന്നാൽ ദൈവത്തിൽ നിന്നും അകന്നുപോയിക്കൊണ്ടിരുന്ന മനുഷ്യന് തീർച്ചയായും അതൊരു ശിക്ഷാവിധി തന്നെയായിരുന്നു. നൂറ്റാണ്ടുകളായി മനുഷ്യവർഗം തമ്മിൽ പിരിഞ്ഞിരിക്കത്തക്ക സ്ഥിതി ഉണ്ടായത് ഒരു വലിയ തടസ്സം തന്നെയാണ്, സമ്മതിച്ച മതിയാവും. എന്നാൽ കാലാന്തരത്തിൽ ദൈവം അത് മനുഷ്യരാശിക്ക് അനുഗ്രഹ കാരണമാക്കി തീർത്തു. ഇന്ന് നമ്മുടെ റേഡിയോയും ടെലിവിഷനും മൊബൈൽ ഫോണുകളും ഇൻ്റർനെറ്റും സൂപ്പർസോണിക് വിമാനങ്ങളും കമ്പ്യൂട്ടറുകളും എല്ലാം ചേർന്ന് മനുഷ്യരെ വേർതിരിക്കുന്ന മതിലുകളെ വളരെയധികം ഇടിച്ചിട്ടുണ്ട്. ഇന്ന് ഇംഗ്ലീഷ് ഭാഷയും സാങ്കേതിക വിദ്യയും മനുഷ്യരെ ലോകമെങ്ങും ഒരു കുടക്കീഴിലാക്കുന്നുണ്ട്. എന്നാൽ ഇത് കേവലം മനുഷ്യൻ്റെ മിടുക്കാണെന്ന് ചിന്തിക്കരുത്. അന്ത്യകാലത്തോടടുത്ത സമയത്ത് ലോകത്തിൽ സംഭവിക്കുന്ന വിജ്ഞാന വിപ്ലവത്തെക്കുറിച്ചും ശാസ്ത്ര സാങ്കേതിക വളർച്ചയെക്കുറിച്ചും ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ സൂചന നൽകിയത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം ന്യായവിധിയുമായി എത്രയും വേഗം വരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ ഒരു കാരണവും ഇതാണ്. ഇവിടുത്തെ ഭാഷാ പ്രശ്നം പെന്തക്കോസ്ത് നാളിലെ സംഭവവുമായി ബന്ധപ്പെടുത്തി നമുക്കൊന്ന് ചിന്തിക്കാം. അന്ന് ഭാഷകൾക്ക് വളരെ പ്രാധാന്യമുണ്ടായല്ലോ. വിവിധ ഭാഷാ പശ്ചാത്തലത്തിൽ നിന്നും വന്ന ആയിരങ്ങൾ പെന്തക്കോസ്ത് നാളിൽ അന്യഭാഷാ ഭാഷണം ഉണ്ടായപ്പോൾ കേട്ടത് തങ്ങളായിരിക്കുന്ന സ്ഥലത്തെ ഭാഷകളിൽ ദൈവത്തിൻ്റെ കാര്യങ്ങളെ ശിഷ്യന്മാരും കൂടെയുള്ളവരും അറിയിക്കുന്നതാണ്. ഈ പറഞ്ഞത് അജ്ഞാതമായ ഏതെങ്കിലും ഭാഷയായിരുന്നതല്ല. ഒരിക്കലും അന്യഭാഷ അറിയപ്പെടാത്ത ഏതെങ്കിലും ഭാഷയായിരുന്നില്ല എന്നതും കൂടി ഞാൻ ഓർപ്പിക്കട്ടെ. ബാബേൽ ഗോപുരത്തിനുള്ള ഉത്തരം പെന്തക്കോസ്ത് നാളിൽ ദൈവം നൽകുകയാണ് ചെയ്തത്. ദൈവം മനുഷ്യവർഗത്തോട് പറയുന്നു, എനിക്കൊരു സുവിശേഷമുണ്ട്, നിങ്ങൾക്കായൊരു ദൂതുണ്ട്. നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ ആ സുവിശേഷവുമായി ഞാനിതാ വന്നു. ഇതത്രേ ദൈവം അന്ന് ചെയ്തത്. ഇന്ന് മറ്റേതൊരു പുസ്തകവും തർജിമ ചെയ്തിട്ടുള്ളതിലും കൂടുതൽ ഭാഷകളിൽ വിശുദ്ധ ബൈബിൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇന്നും ലോകത്തിലെ ചെറിയ ഭാഷകളിലേക്ക് പോലും ദൈവവചനം തർജിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലിപികൾ പോലുമില്ലാത്ത ഭാഷകളിൽ ലിപികൾ രൂപപ്പെടുത്തി ഈ വചനം തർജിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആശ്ചര്യകരമായി തോന്നുന്നില്ലേ? കർത്താവിൻ്റെ സുവിശേഷം ഇന്ന് മുമ്പത്തേക്കാൾ വേഗത്തിൽ വിവിധ മാധ്യമങ്ങളിലൂടെ മനുഷ്യരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളും എന്നെ കേൾക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ്. കാരണം സുവിശേഷം സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്.
മനുഷ്യൻ തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കേണ്ടതില്ല. മറിച്ച് ദൈവത്തിൻ്റെ ദൂത് ശ്രദ്ധിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ മതി. അതേ സുഹൃത്തെ, താങ്കൾ ആരായിരുന്നാലും, താങ്കൾ ഏത് ഭാഷ സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിലും സുവിശേഷം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ലോകത്തിലെ സകല രാഷ്ട്രങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനം അനുസരിച്ച് സകല ജാതികളിൽ നിന്നും, ഗോത്രങ്ങളിൽ നിന്നും, വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കും എന്ന് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വഴികൾ എത്ര അപ്രമേയമാണല്ലേ. മനുഷ്യൻ പാപത്തിലാണെന്നും അവൻ പാപത്തിൽ നിന്നും രക്ഷപ്പെടണമെന്നും ദൈവം മനുഷ്യന് വിവിധ മാർഗങ്ങളിലൂടെ കാണിച്ചു കൊടുത്തു. കായിൻ്റെയും ഹാബേലിൻ്റെയും ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ പ്രക്രിയ ആരംഭിക്കുന്നു. താനൊരു പാപിയാണെന്ന് കായിൻ സമ്മതിക്കാതിരുന്നത് അവൻ്റെ അഹന്ത മൂലമാണ്. നാം കായിനിൽ കണ്ടതും ജലപ്രളയ കാലത്ത് പിന്നീട് മനുഷ്യരിൽ കണ്ടതും ജഡത്തിൻ്റെ പാപമാണ്. കാരണം അന്ന് ജനങ്ങൾ തങ്ങളെ തന്നെ ജഡത്തിൻ്റെ മോഹങ്ങൾക്കായി വിട്ടുകൊടുത്തിരുന്നു. അവരുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതായിരിക്കുകയും ദുഷ്ടതയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. തങ്ങൾക്ക് ദൈവത്തെ ആവശ്യമാണെന്ന് അവർ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം അവർ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. എന്നാൽ നോഹയിലൂടെ ദൈവം അവർക്കൊരു ക്ഷണം നൽകി. അവർ അത് തള്ളിക്കളയുകയും തങ്ങളുടെ ജഡത്തിൻ്റെ പാപത്തിൽ അവർ തുടരുകയും ചെയ്തു. ഒടുവിൽ അനിവാര്യമായ ശിക്ഷാവിധിയിൽ അവർ അകപ്പെട്ടു. എന്നാൽ ബാബേൽ ഗോപുരത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് മനസ്സിൻ്റെ പാപമാണ്. മനസ്സിൻ്റെ പാപം, അതായത് ദൈവത്തോടുള്ള മറുതലിപ്പെന്ന പാപം. അതിൻ്റെ അടയാളമാണ് ബാബേൽ ഗോപുരം. ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം. ബാബേൽ ഗോപുര നിർമ്മാണം ഒരിക്കൽ മാത്രം നടന്ന കാര്യമാണെങ്കിലും അതിൻ്റെ പിന്നിലെ ചേതോവികാരം ഇന്നും മനുഷ്യനിലുണ്ട്. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് മാറി നടക്കുവാനും ദൈവത്തോട് മറുതലിക്കുവാനുമുള്ള ത്വര ഇന്നും മനുഷ്യരിൽ പല അളവിലുണ്ട്. ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ സുഹൃത്തെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ചെറിയ ബാബേൽ ഗോപുരം ഇല്ലേ? ദൈവത്തോട് മറുതലിക്കുന്ന അവസ്ഥ നിങ്ങളിലില്ലേ? ദൈവത്തിൻ്റെ ഇഷ്ടം എന്താകുന്നു എന്ന് വ്യക്തമായി അറിയാം, എന്നാൽ അനുസരിക്കാൻ തയ്യാറല്ലാത്ത മനോഭാവം ബാബേൽ ഗോപുരം. എല്ലാവരിലെയും മനോഭാവം ജന്മനാ അന്തർലീനമായിരിക്കുന്നു. ഒരു ചെറിയ കഥ ഓർമ്മയിൽ വരുന്നു. ഷിബുമോൻ, അവൻ ഭയങ്കര കുസൃതിയാണ്. അവൻ്റെ വികൃതി മൂലം വീട്ടിലെ പല സാധന സാമഗ്രികളും അവൻ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഉച്ചയൂണിന് ചില അതിഥികൾ കൂടി കാണുമെന്ന് ഷിബുമോൻ്റെ പപ്പ പറഞ്ഞതനുസരിച്ച് അവൻ്റെ മമ്മി ധൃതിയായി അടുക്കളയിൽ പാചകം ചെയ്യുകയും അതിനിടയിൽ തന്നെ വീട് വൃത്തിയാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവരുടെ വീടിൻ്റെ മുൻപിലത്തെ മുറിയിൽ എന്തോ താഴെ വീഴുന്ന ശബ്ദം കേട്ടു. മമ്മി ഓടിച്ചെന്നപ്പോൾ ഷിബുമോൻ കസേരകളും സോഫയും എല്ലാം മറിച്ചിട്ടിരിക്കുന്നതാണ് കണ്ടത്. അവൻ അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് നല്ല കളിയാണ്. ഷിബുമോനെ ശകാരിച്ച് മമ്മി അതെല്ലാം ഒന്ന് നേരെയാക്കുന്ന സമയം കിച്ചണിൽ ഒരു വലിയ ശബ്ദം കേട്ടു. മമ്മി ഓടിച്ചെന്നപ്പോൾ അവർ കറിക്കരിഞ്ഞു വെച്ചിരുന്നതെല്ലാം നിലത്ത് ചിതറിക്കിടക്കുന്നു. മമ്മി ഷിബുമോനെ പിടിച്ച് ബെഡ്റൂമിൻ്റെ ഒരു മൂലയിൽ ഇരുത്തി. ആ മൂലയിൽ ചുവരിലേക്ക് മാത്രം നോക്കി മമ്മി വിളിക്കുന്നത് വരെ അനങ്ങാതെ ഇരുന്നോണം എന്ന് അവർ പറഞ്ഞു. ഏതെങ്കിലും കാരണത്താൽ എഴുന്നേൽക്കുകയോ എന്തെങ്കിലും കുസൃതി കാട്ടുകയോ ചെയ്താൽ ചുട്ട അടി കിട്ടും എന്ന് അവർ ഷിബുമോന് മുന്നറിയിപ്പ് നൽകി. മമ്മി പറയുന്നത് അതുപോലെ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ കിട്ടുവാൻ പോകുന്ന അടിയുടെ ചൂട് അറിയാമായിരുന്നതിനാൽ ഷിബുമോൻ ദേഷ്യപ്പെട്ട് അവിടെ തന്നെ ഇരുന്നു. കുറേ നേരമായപ്പോൾ ഷിബുമോൻ്റെ ശബ്ദം ഒന്നും കേൾക്കാത്തത് കൊണ്ട് മമ്മി അടുക്കളയിൽ നിന്ന് വിളിച്ചു ചോദിച്ചു, ഷിബു, നീ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. അതിന് ഷിബുമോൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, അതേ മമ്മി, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ്, പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. വളരെ ലളിതമായ ഒരു കഥയായി ഇത് തോന്നാമെങ്കിലും നമ്മുടെ ജീവിതങ്ങളെ സംബന്ധിക്കുന്ന ഒരു വലിയ സത്യം ഇത് വെളിപ്പെടുത്തുന്നു. പ്രായഭേദമന്യേ നമ്മുടെ ഉള്ളിൽ മറുതലിക്കുവാനുള്ളൊരു ചോദന ഉണ്ടെന്ന സത്യം. ഒരുപക്ഷെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്താൽ പുറമേ നാം എല്ലാം നല്ലവരായി ചമഞ്ഞാലും അകമേ നമ്മൾ എങ്ങനെയാണ്? മറുതലിപ്പ് നമ്മുടെ ഉള്ളിലില്ലേ? ഇത് ജന്മപാപത്തിലുള്ളതായതിനാൽ എല്ലാ മനുഷ്യർക്കും സ്വാഭാവികമായി ഇത് കിട്ടിയിട്ടുണ്ട്. സ്വന്തം ബാബേൽ ഗോപുരങ്ങളിൽ വിഹരിക്കുവാനുള്ള താല്പര്യം നമ്മുടെ ഉള്ളിലുണ്ട്.
ഈ വക ദുസ്വഭാവങ്ങൾ മനുഷ്യരിൽ രൂഢമൂലമായിരിക്കുകയാണ്. എന്നാൽ അതെപ്പോഴും നിങ്ങളെ അപകടത്തിൽ മാത്രമേ കൊണ്ടെത്തിക്കൂ എന്ന് ഓർപ്പിക്കട്ടെ. ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ദൈവത്തിനായി നമുക്ക് ജീവിക്കാം. ബാബേൽ ഗോപുരത്തിൻ്റെ സംഭവത്തിന് ശേഷം ചരിത്രത്തിലെ അതിപ്രധാനമായൊരു ഘട്ടത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. നോഹയുടെ പുത്രനായിരുന്ന ഷേമിൻ്റെ തലമുറകളെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. ഒരർത്ഥത്തിൽ പഴയ നിയമം മുഴുവൻ ഷേമിൻ്റെ വംശത്തിൻ്റെ ചരിത്രമാണ്. ഈ വംശത്തിലത്രേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വന്ന് പിറന്നത്. ഞാൻ 11-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാം. ഷേമിൻ്റെ വംശപാരമ്പര്യമാവിത്. ഷേമിന് 100 വയസ്സായപ്പോൾ അവൻ ജലപ്രളയത്തിന് പിമ്പ് 2 സംവത്സരം കഴിഞ്ഞ ശേഷം അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു. ഷേമിൻ്റെ വംശാവലി തുടർന്നുള്ള വാക്യങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്നു. 11-ാം അധ്യായത്തിൻ്റെ 24-ഉം 25-ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അവിടെ വായിക്കുന്നത്, നാഹോറിന് 29 വയസ്സായപ്പോൾ അവൻ തേരഹിനെ ജനിപ്പിച്ചു. തേരഹിനെ ജനിപ്പിച്ച ശേഷം നാഹോർ 119 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. തേരഹിൻ്റെ വംശമാണ് ഇപ്പോൾ ഇനിയും നാം കാണുവാൻ പോകുന്നത്. എന്തുകൊണ്ട് തേരഹ്? ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ തേരഹിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം, നാഹോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. ഇനി നാം അബ്രാമിൻ്റെ വംശത്തെക്കുറിച്ചാണ് പഠിക്കുവാൻ പോകുന്നത്. ഈ വംശത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ നാം ബൈബിൾ പഠനത്തിൽ മുന്നേറുവാൻ പോകുന്നത്. ക്രിസ്തുവിൻ്റെ ക്രൂശ് വരെയും ഈ വംശത്തെക്കുറിച്ച് ദൈവവചനം പരാമർശിക്കുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെയും ഉദ്ദേശത്തെയും കൃത്യമായി മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന തരത്തിലാണ് ബൈബിൾ ഈ വംശത്തെ അടയാളപ്പെടുത്തുന്നത്. അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുവാനുണ്ടായ സാഹചര്യവും അതിൻ്റെ ഉദ്ദേശവും വ്യക്തമായി ഉൽപ്പത്തി പുസ്തകം രേഖപ്പെടുത്തുന്നത് തുടർന്ന് നാം പഠിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ച് ദൈവവചനത്തിനനുസരിച്ച് ജീവിപ്പാൻ ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിങ്ങളോട് കൂടെ ഇരിക്കുന്നു. ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തോട് കൂടെ നടക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെയും അവൻ്റെ തലമുറയുടെയും ചരിത്രം ഇവിടെ ആരംഭിക്കുകയാണ്. ഈ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ വളരെ പച്ചയായി ഈ വേദഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.